ആലപ്പുഴ കലവൂരിൽ വീടിന് സമീപത്ത് കുഴിച്ചിട്ട നിലയിൽ മൃതദേഹം കണ്ടെത്തി. കൊച്ചി കടവന്ത്രയിൽ നിന്ന് കാണാതായ സുഭദ്രയുടെ മൃതദേഹം ഇന്ന് സ്ഥിരീകരിച്ചു. വീട്ടിൽ താമസിച്ചിരുന്ന ദമ്പതികളായ നിതിൻ, മാത്യൂസ്, ശർമിള എന്നിവർ ഒളിവിലാണ്. വിവരങ്ങൾ ആന്റണി ജോർജ് നൽകും. ആന്റണി, ആലപ്പുഴ കലവൂരിൽ വീടിന് സമീപത്ത് കുഴിച്ചിട്ട നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് ഇപ്പോൾ സുഭദ്രയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്താണ്? തീർച്ചയായും അല്പസമയം മുമ്പാണ് ആ മൃതദേഹം സുഭദ്രയുടേതാണെന്ന് തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മകൻ അവിടെ എത്തി ഈ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഏതായാലും മരിച്ചത് സുഭദ്ര, കടവന്ത്ര സ്വദേശിയായ സുഭദ്രയാണെന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തത വന്നിരിക്കുന്നു. 73 വയസ്സാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് 4-നാണ് സുഭദ്രയെ കടവന്ത്രയിൽ നിന്ന് കാണാതാകുന്നത്. തുടർന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് 7-ന് മകൻ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണമാണ് ഇപ്പോൾ ഈ സുഭദ്രയുടെ ഈ വലിയ ഈ മരണത്തിലേക്ക് അല്ലെങ്കിൽ ഈ മൃതദേഹം അടക്കം കണ്ടെത്തുന്നതിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഏതായാലും ഈ പ്രതികളെന്ന് സംശയിക്കുന്ന 2 പേർ അവരുടെ വീട്ടിലാണ്. അതായത് കോർത്തുശ്ശേരി, മാരാരിക്കുളം കോർത്തുശ്ശേരി ക്ഷേത്രത്തിന് സമീപമുള്ള വാടക വീട്ടിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ആ മൃതദേഹത്തിന്റെ പറമ്പിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു മൃതദേഹം. ഈ വീട്ടിൽ താമസിച്ചിരുന്നത് കാട്ടൂർ സ്വദേശിയായ നിതിൻ മാത്യൂസും ഭാര്യ എന്ന് പറയുന്ന ഉടുപ്പി സ്വദേശി ഷർമിളയുമാണ് താമസിച്ചിരുന്നത്. ഇവരെ കാണാനായി നേരത്തെയൊക്കെ ഈ സുഭദ്ര അവിടേക്ക് എത്തിയിരുന്നു എന്നുള്ള മൊഴിയടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പോലീസ് കഴിഞ്ഞ 1 മാസമായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇത്തരത്തിലൊരു മൃതദേഹം ഈ വീടിന് സമീപം കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് പോലീസ് ആ പ്രദേശത്ത് കുഴിച്ചിട്ടു എന്ന് പറയുന്ന ഭാഗത്ത് മണ്ണ് നീക്കി പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. ഈ മൃതദേഹം ആദ്യഘട്ടത്തിൽ സുഭദ്രയുടേതാണെന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. കാരണം കാലപ്പഴക്കമടക്കം ഉണ്ട് ആ മൃതദേഹത്തിന്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല. ആഭരണങ്ങളടക്കം ഈ സുഭദ്ര കാണാതാകുമ്പോൾ അണിഞ്ഞിരുന്ന ആഭരണങ്ങളടക്കം കാണാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് മൃതദേഹത്തിൽ. അങ്ങനെ അല്പസമയം മുമ്പ് മകനടക്കമുള്ള ബന്ധുക്കൾ അവിടെ എത്തി ഈ മൃതദേഹം ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി തുടർ നടപടികളിലേക്കായി ഈ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇക്കാര്യത്തിൽ പോലീസ് സംശയിക്കുന്നത് ഇത് ഒരു കൊലപാതകം തന്നെയാണെന്നുള്ളതാണ്. ഈ വീട്ടിലുണ്ടായിരുന്ന നിതിൻ മാത്യൂസ്, അതുപോലെ തന്നെ ഭാര്യ ഷർമിള എന്നിവർ ചേർന്ന് ഈ കൊലപാതകം നടത്തി എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. ഈ പണത്തിനും സ്വർണത്തിനും വേണ്ടിയാണ് കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് പ്രാഥമികമായൊരു നിഗമനം. കാരണം ഈ ആഭരണങ്ങളടക്കം സുഭദ്രയുടെ ശരീരത്തിൽ നിന്ന് കാണാതെ പോയിട്ടുണ്ട്. ഇത് ആലപ്പുഴയിലും കേരളത്തിന് പുറത്തുമായി വിറ്റു എന്നാണ് പോലീസ് ഇപ്പോൾ അനുമാനിക്കുന്നത്. ഏതായാലും ഈ ഇവരെ കാണാതായി എന്നുള്ളൊരു പരാതി ലഭിച്ച ഘട്ടത്തിൽ പോലീസ് ഈ ഷർമിളയെയും അതുപോലെ തന്നെ നിതിൻ മാത്യൂസിനെയും വിളിച്ചിരുന്നു. പക്ഷേ തങ്ങൾക്ക് ഇയാളെ അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ഈ പ്രതികളെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇക്കാര്യത്തിലടക്കം ഇനി ഈ പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്. കസ്റ്റഡിയിലെടുത്ത ശേഷം മാത്രമേ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയുള്ളൂ. ആന്റണി, അതേസമയം തന്നെ ഈ വീട്ടിൽ താമസിച്ചിരുന്ന ദമ്പതികളായിട്ടുള്ള നിതിൻ മാത്യൂസും ശർമിള എന്നിവരുടെ കൂടെയാണ് ഇവർ പോവുകയുണ്ടായത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ പണത്തിന് വേണ്ടി മാത്രമായിരിക്കുമോ ഈ ഇത്തരത്തിലൊരു നീക്കം അവർ നടത്തിയിട്ടുണ്ടാവുക? മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? നേരത്തെ മുതൽ പരിചയക്കാരാണ് ഈ ഷർമിളയും അതുപോലെ തന്നെ സുഭദ്രയും. അത് ഈ നാട്ടുകാരടക്കം പറയുന്നുണ്ട്. പലപ്പോഴും ഷർമിളയെ ഈ കടവന്ത്രയിലെ വീട്ടിന് സമീപം വെച്ചൊക്കെ കണ്ടിട്ടുണ്ട്. സുഭദ്ര തന്നെ നാട്ടുകാരെ പലരെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് തൻ്റെ സുഹൃത്താണ്, ഇങ്ങനെ ആലപ്പുഴയിലാണ് താമസിക്കുന്നത്, കാട്ടൂരുള്ള കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ നാട്ടുകാരോടക്കം സുഭദ്ര പറഞ്ഞിട്ടുണ്ട്. പോലീസ് നടത്തിയ അന്വേഷണത്തിലും ഇത്തരത്തിൽ ഇവരുടെ മൊബൈൽ ഫോൺ അവിടെ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിയിരുന്നു. മാത്രമല്ല ഈ ആലപ്പുഴയിലേക്ക് പോകാൻ ഒരു സാധ്യതയും പോലീസ് കണ്ടിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ പ്രദേശം, ഈ കോർത്തുശ്ശേരി കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്തുന്നത്. അങ്ങനെ ഇവർ പലപ്പോഴും ആ വീട്ടിൽ എത്തിയിട്ടുണ്ടെന്ന് നാട്ടുകാരടക്കം മൊഴി നൽകുകയും ചെയ്തിരുന്നു. ഈ സുഭദ്ര ഈ ദമ്പതികൾക്കൊപ്പം അവിടെ താമസിച്ചിരുന്നു എന്നുള്ള കാര്യമടക്കം നാട്ടുകാരും മൊഴി നൽകിയിരുന്നു. പക്ഷേ ഈ ദമ്പതികൾ എന്ന് പറയുന്ന നിതിൻ മാത്യൂസ് അതുപോലെ തന്നെ ഷർമിള, ഇവരെ പോലീസ് പലപ്പോഴും ചോദ്യം ചെയ്യാൻ വിളിച്ചെങ്കിലും ഇവർ വരാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും ഈ 2 പേരും ഇപ്പോൾ ഒളിവിലാണ് നിലവിലുള്ളത്. ഏതായാലും നേരത്തെ പരിചയമുണ്ട് സുഭദ്രയ്ക്ക്, ഷർമിളയുമായി വ്യക്തമായ പരിചയമുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ കൃത്യമായി തന്നെ അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഷർമിളയ്ക്കൊപ്പം സുഭദ്ര നടന്നു പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളും അന്നത്തെ ആ CCTV ദൃശ്യങ്ങളും പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ദൃശ്യങ്ങളിൽ തന്നെ അവരെത്തരത്തിൽ വളരെ സൗഹൃദത്തിലുള്ള ആളുകളാണ്. ആ നടന്നു പോക്കിൽ തന്നെ അത് മനസ്സിലാക്കാനും സാധിക്കും. ഏതായാലും അക്കാര്യങ്ങളിലടക്കം സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഇനി എന്തിനു കൊന്നു, എങ്ങനെ കൊന്നു എന്നുള്ള കാര്യമാണ് വ്യക്തമാകേണ്ടത്.
ശരി, ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.